ഹായ് എവരിവൺ. ഈ വീഡിയോ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. നമുക്കിപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, NEP വന്ന ശേഷം ടീച്ചേഴ്സിന്റെ ഡെസിഗ്നേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ലെവൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. നേരത്തെ PRT ആയിരുന്നു, അതിനുശേഷം TGT, PGT. PRT പ്രൈമറി സ്കൂൾ ടീച്ചർ, thereafter TGT ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചർ, then PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ. ഓക്കെ, ഇതിന് സമാനമായി നമുക്ക് സ്റ്റേറ്റ് സിലബസിൽ ഉണ്ടായിരുന്നത് LPST LP സ്കൂൾ ടീച്ചർ, then UPST UP സ്കൂൾ ടീച്ചർ, then HST ഹൈ സ്കൂൾ ടീച്ചർ, thereafter HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നായിരുന്നു. നമുക്കിപ്പം NEP വന്ന ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ തന്നെ മാറി. ആദ്യം നമുക്ക് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ്, ദാറ്റ് ഈസ് ഫ്രം ശിശുവാട്ടിക ടു ദ സെക്കൻഡ് സ്റ്റാൻഡേർഡ്, then preparatory stage, that is classes from 3 to 5, then middle stage 6 to 8, thereafter secondary stage from classes 9 to 12. okay, അതായത് 5+3+3+4 എന്ന കാറ്റഗറിയാണ്. ഓക്കെ, അപ്പൊ ഇതിന് അനുസൃതമായി നമുക്ക് ടീച്ചേഴ്സിന് ഉണ്ടാകുന്ന ഡെസിഗ്നേഷൻസിലെ മാറ്റം എന്തെന്ന് നോക്കാം. ട്രഡീഷണൽ വേ ഞാൻ പറഞ്ഞായിരുന്നു, CBSE സ്കൂൾസിൽ PRT, TGT, PGT. ഓക്കെ, ക്വാളിഫിക്കേഷൻസ് എല്ലാം സമാനം തന്നെയാണ്. നമ്മൾ ഈ ലെവലിൽ മാത്രമേ മാറ്റം വരുത്തുള്ളൂ. നേരത്തെ PRT എന്ന് പറയുമ്പോൾ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. thereafter CTET ഉണ്ടായിരുന്നു, കാറ്റഗറി 1. then TGT എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഗ്രി ഇൻ ദ കൺസേൺ സബ്ജക്ട്, BEd പ്ലസ് CTET. PGT ആവുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ദ കൺസേൺഡ് സബ്ജക്ട്, ഓക്കെ, പ്ലസ് BEd ആയിരുന്നു ക്വാളിഫിക്കേഷൻ. TGTക്കും BEd കമ്പൾസറി ആണ്, എല്ലാത്തിനും BEd കമ്പൾസറി ആണ്. ഓക്കെ, അതായിരുന്നു. അപ്പൊ നമുക്കിപ്പോഴും ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ, അതായത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസരിച്ച് ഈ സ്ട്രക്ചർ മാറുമ്പോൾ ടീച്ചേഴ്സിന്റെ ഡെസിഗ്നേഷൻ വരുന്നത് ആദ്യം നമുക്ക് ഫൗണ്ടേഷണൽ കം പ്രിപ്പറേറ്ററി സ്റ്റേജ് ടീച്ചേഴ്സ് ആണ്. ഫൗണ്ടേഷണൽ കം പ്രിപ്പറേറ്ററി സ്റ്റേജ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ശിശുവാട്ടികയിലുള്ള ടീച്ചേഴ്സിന് ക്വാളിഫിക്കേഷൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ, മോണ്ടിസോറി ട്രെയിനിങ് ആയിരിക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട് വരുമ്പോൾ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടാകണം. അതിനോടൊപ്പം ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ പഴയ TTC ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ പ്ലസ് CTET കാറ്റഗറി 1 പാസ് ആയിരിക്കണം. CTET കാറ്റഗറി 1. ഓക്കെ, ഇതാണ് കൺസേൺഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസ്സസ് pre-KG, that is ശിശുവാട്ടിക തൊട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഡീൽ ചെയ്ത ടീച്ചേഴ്സിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അവർ ആ മേഖലയിൽ സ്പെസിഫൈഡ് ചെയ്ത കൺസേൺഡ് ട്രെയിൻഡ് ടീച്ചേഴ്സ് ആയിരിക്കണം. അവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. അതായത് ഒരു ഗ്രാജുവേഷൻ ഉണ്ടാകണം. ഗ്രാജുവേഷനോടൊപ്പം നമുക്ക് മോണ്ടിസോറി ട്രെയിനിങ് വരുന്നത് ശിശുവാട്ടിക ടു സീനിയർ കിൻഡർ ഗാർട്ടൻ. thereafter ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരുമ്പോൾ അവർക്ക് BEd കമ്പൾസറി അല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ കമ്പൾസറി അല്ല. അവർക്ക് CBSE പറയുന്ന നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയാണ്. ഡിഗ്രി ഇൻ എനി സബ്ജക്ട് പ്ലസ് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഓർ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. BEd അല്ല, ഡിപ്ലോമയാണ്. നമ്മുടെ TTCക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു ന്യൂ ടേം ആണ് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഓർ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, അതാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പ്രിലിമിനറി സ്റ്റേജിലോട്ട് വരുമ്പോൾ, അതായത് ടീച്ചേഴ്സ് ഹു വാണ്ട് ടു ഡീൽ വിത്ത് ക്ലാസ്സസ് തേർഡ് സ്റ്റാൻഡേർഡ് ടു ഫിഫ്ത് സ്റ്റാൻഡേർഡ്, അതായത് പ്രിലിമിനറി സ്റ്റേജിലോട്ട് വരുമ്പോൾ, ഫൗണ്ടേഷൻ കഴിഞ്ഞ് പ്രിലിമിനറി സ്റ്റേജിലോട്ട് വരുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷനും ഇത് തന്നെയാണ്. ബേസിക് ഡിഗ്രി ഉണ്ടാകണം, ഡിഗ്രി ഇൻ എനി സബ്ജക്ട്. ഓക്കെ, പ്ലസ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. അവര് CTET കാറ്റഗറി 1 പാസ് ആയിരിക്കണം. CTET കാറ്റഗറി 1. ഓക്കെ, ദെൻ സെക്കൻഡറി സ്റ്റേജ് വരുമ്പോൾ, അതായത് ക്ലാസ്സസ് 6 to 8, ക്ലാസ്സസ് 6, 7, 8 ഇത് ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ആ ലെവല് ഫോക്കസ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടാകണം. ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്ട്, BEd ഉണ്ടാകണം. CTET കാറ്റഗറി 2 പാസ് ആയിരിക്കണം. CTET കാറ്റഗറി 2. ഓക്കെ, അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ അവിടെ ഡിഗ്രിയാണ്. ഡിഗ്രിയുടെ കൂടെ BEd ഉണ്ടാകണം. ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ BEd പാസ്സാകണം. പ്ലസ് CTET കാറ്റഗറി 2 പാസ്സായിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ സെക്കൻഡറി ക്ലാസ്സസിലോട്ട് വരുന്ന സമയത്ത്, ദാറ്റ് ഈസ് ഫ്രം ക്ലാസ്സസ് 9 to 12, ക്ലാസ്സസ് ഫ്രം 9 to 12. ഓക്കെ, 9 to 12 എന്ന് പറയുമ്പോൾ ഒരു മൊത്തത്തിലൊരു കാറ്റഗറി സെക്കൻഡറി ലെവൽ ആണെങ്കിലും ക്ലാസ്സസ് 9th and 10th ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സിനും നമ്മുടെ പഴയ TGT ആയിട്ടുള്ളവർക്ക്, ആ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഡീൽ ചെയ്യാം. അതായത് ബേസിക് ഡിഗ്രി ഉണ്ടാകണം,
ഇൻ കൺസേൺ സബ്ജക്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല, ഡിഗ്രി മതിയാകുമെന്നാണ് CBSE പറയുന്നതാണോ? ഓക്കെ, ഡിഗ്രി ഉണ്ടാകണം പ്ലസ് BEd പ്ലസ് CTET കാറ്റഗറി 2, ഇത്രയും മതിയാകും. ഓക്കെ, ദെൻ PGT, അതായത് നമ്മുടെ സീനിയർ സെക്കൻഡറിയുടെ അടുത്ത നമ്മുടെ സീനിയർ സെക്കൻഡറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ലെവൽ, അതായത് നമ്മുടെ NEP പ്രകാരമുള്ള സെക്കൻഡറി സ്റ്റേജിന്റെ സെക്കൻഡ് ഫേസ്, ദാറ്റ് ഇസ് ഫ്രം ക്ലാസസ് 11 and 12 ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ദ കൺസേൺ സബ്ജക്ട് BEd, ഇത് മാത്രം മതിയാകും. പോസ്റ്റ് ഗ്രാജുവേഷനും കൺസേൺ സബ്ജക്റ്റിലെ പോസ്റ്റ് ഗ്രാജുവേഷനും BEdും അവർക്ക് കമ്പൾസറി ആയിട്ട് ഉണ്ടാകണം. CTET ഇസ് നോട്ട് എ കമ്പൾസറി ഫോർ ദ സീനിയർ സെക്കൻഡറി ടീച്ചേഴ്സ്. NEP പ്രകാരം സെക്കൻഡറി സ്റ്റേജിന്റെ സെക്കൻഡ് ലെവൽ ആയിട്ടുള്ള ക്ലാസസ് 11th and 12th CTET ഇസ് നോട്ട് കമ്പൾസറി, ബട്ട് ഫോർ ക്ലാസസ് 8 to 10 എടുക്കുന്നവർക്ക് CTET കമ്പൾസറി ആണ്. ഓക്കെ, അപ്പം ഇതാണ് ക്ലാസിഫിക്കേഷൻസ്. ഫൗണ്ടേഷണൽ സ്റ്റേജ് ടീച്ചർ, പ്രിലിമിനറി സ്കൂൾ ടീച്ചർ, ഓക്കെ, ദെൻ മിഡിൽ സ്കൂൾ ടീച്ചർ, ദാറ്റ്സ് ക്ലാസസ് ഫ്രം 6 to 8, ദെൻ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ക്ലാസസ് ഫ്രം 9 to 12. ഓക്കെ, ഇതാണ് ടീച്ചേഴ്സിന്റെ ഡെസിഗ്നേഷന്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നതിനൊക്കെ ആണ് CBSE ഈ ഒരു ക്ലാസിഫിക്കേഷൻസ് വരുത്തുന്നത്. അതായത് അവരുടെ മേഖല ഏതാണ്, അവർ സ്പെഷ്യലൈസേഷൻ ഏതാണ്, അവർ ട്രെയിൻഡ് ഏതാണ്, ആ മേഖലയിൽ കൂടുതൽ പ്രൊഡക്റ്റീവും റിസോഴ്സ്ഫുള്ളും ആകുന്നതിന് ഇത് ഒരു ബെറ്റർ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ട് നമുക്കറിയാം നവഡേസ് സ്കൂൾസ് ഹയർ ചെയ്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്പെസിഫൈ ചെയ്യേണ്ടതാണ്. നേരത്തെ TGT, PGT, PRT എന്ന് പറയുന്ന പോലെ ഇനി NEP പ്രകാരം ഓരോ സ്കൂൾസും ഹയർ ചെയ്യുമ്പോൾ അവർ അഡ്വർടൈസ്മെന്റിനകത്ത് സ്പെസിഫിക്കേഷൻ ചെയ്യണം. വാണ്ടഡ് ഫോർ വിച്ച് കാറ്റഗറി ഓഫ് ടീച്ചേഴ്സ്, വെദർ ഇറ്റ്സ് ഫൗണ്ടേഷണൽ ടീച്ചർ ഓർ പ്രിലിമിനറി ടീച്ചർ, thereafter whether it is for secondary teacher or middle school teacher എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഏത് കാറ്റഗറി ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ടീച്ചേഴ്സിന് കൂടുതൽ അവരുടെ ആസ് പെർ കറന്റ് ലെവൽ NEP പ്രകാരം ഏതൊക്കെയാണ് ഡെസിഗ്നേഷൻസ്, ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽസ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ മേഖലയെക്കുറിച്ച് കൂടുതൽ ഒരു അവയർനെസ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടുവെങ്കിൽ I am grateful. If anyone has any doubt, please DM. Okay.